ദീപകം ജീവദായകം ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള മനോഹരമായ തിരുവചന വാഗ്ദാനം ഒരു പൊതു വിഷയമാക്കിക്കൊണ്ട്, ശീർഷകമാക്കിക്കൊണ്ട് നമ്മുടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഈ പരമ്പരയിൽ ക്രമാനുഗതമായിട്ട് ഇങ്ങനെ കണ്ടുവരികയാണല്ലോ. അതിൻ്റെ 62ാമത്തെ സെഷനിലേക്കാണ് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ക്രൈസ്തവമായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ വിശ്വാസത്തെ കാണണം, രക്ഷയെ സമീപിക്കണം, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്ന് വിശുദ്ധ പോളാറാവൻ മാർപ്പാപ്പ നൽകുന്നൊരു പ്രബോധനം നമ്മൾ ശ്രദ്ധിച്ചിരുന്നല്ലോ. അതിൻ്റെ വെളിച്ചത്തിലും നമ്മൾ ക്രൈസ്തവമായ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എന്താ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ നോക്കുകയാണ് ഈ സെഷനുകളിൽ. ക്രൈസ്തവമായ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ക്രൈസ്തവ വിശ്വാസിക്കും വക്താക്കൾക്കും എല്ലാം അവരുടേതായ കാഴ്ചപ്പാടുകൾ ക്രൈസ്തവമെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കാനുണ്ടാവും. അതെല്ലാം ക്രൈസ്തവമായിരിക്കുകയും ചെയ്യും. കാരണം ബൈബിളിൽ, സഭയിൽ ഒരുപാട് കാഴ്ചപ്പാടുകൾ ക്രൈസ്തവമായിട്ടുള്ളതിനോട് ഉൾച്ചേർന്ന് പോകുന്നുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ റാഡിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പം, അങ്ങേ അറ്റത്തേക്ക് ആഴത്തേക്ക് ചിന്തിക്കുമ്പോൾ ക്രൈസ്തവം എന്നൊരു കാഴ്ചപ്പാട് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കണം. ക്രിസ്തുവിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ചിന്ത, അതാണ് നമ്മൾ ഈ ദിവസങ്ങൾ ഈ സെഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈശോ പ്രസംഗ സുവിശേഷ ദൗത്യം ആരംഭിച്ചപ്പോഴേ പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യം. പിന്നെ ഈശോയുടെ പ്രബോധനങ്ങളെല്ലാം അതിനെ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ ആ ഒരു വിഷയം മാറ്റി വെച്ചാൽ, നമ്മൾ പറഞ്ഞ കൊന്തയുടെ ചരട് അഴിച്ച് ഊരി മാറ്റി കളഞ്ഞാൽ പിന്നെ കുരിശ് രൂപോ മെഡലുകളോ മണികളോ ഒന്നും കൊന്തയായിട്ട് കാണപ്പെടുകയല്ല. മണി ഓരോന്നും മണിയായിട്ടിരിക്കും, എവിടെയെങ്കിലും ചെതറിക്കിടക്കും. കുരിശും മെഡലും ഒക്കെ അങ്ങനെ മാറിക്കിടക്കും. കുരിശ് അതിൽ തന്നെ പ്രസക്തമാണ്, മെഡലുകളും പ്രസക്തമാണ്, മണികളും കൊള്ളാം, പക്ഷേ കൊന്തയാവുകയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ബൈബിളിലേക്ക് നോക്കിയിട്ട് ഈശോ വെളിപ്പെടുത്തുന്ന, ക്രിസ്തു പങ്കുവെക്കുന്ന വിഷയങ്ങൾ പലതുണ്ട്. പക്ഷെ അതിനെ മുഴുവൻ കോർത്തിണക്കുന്ന ഒരു ചരട്, കൊന്തയുടെ ചരട് പോലെയുള്ളൊരു വിഷയമാണ് ദൈവരാജ്യം അല്ല സ്വർഗരാജ്യം. അവിടെ നമ്മൾ ഈശോയുടെ ഓരോ പ്രബോധനത്തെയും ഓരോ ഉപമയെയും ഈശോയുടെ ജീവിതത്തിൻ്റെ ഓരോ ദൗത്യത്തെയും ശുശ്രൂഷ നിർവഹണത്തെയും പ്രവൃത്തികളെല്ലാം ഈ ഒരു കണക്ഷന് വേണം കാണാൻ. അപ്പോഴും നമുക്ക് ക്രൈസ്തവമായ കാഴ്ചപ്പാട് ആധികാരികമായ രീതി സ്വന്തമാക്കാണ്ട് പറ്റുകയുള്ളൂ. നമ്മൾ ആ ഒരു ബോധ്യത്തോടു കൂടെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കൂടി ഒന്ന് കടന്നു വരികയായിരുന്നു കഴിഞ്ഞ ഏതാനും സെഷനുകളിൽ. നമുക്കിപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ 6ാമത്തെ അധ്യായത്തിലേക്ക് വരാം. അവിടെ 9 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് അടുത്ത പരാമർശനം കാണുകയാണ്. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമ്മളെന്നും അനേക പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുന്ന കർത്തൃപ്രാർത്ഥന. ഈ കർത്തൃപ്രാർത്ഥനയ്ക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്, അതിനകത്ത് ഒരുപാട് കാര്യം ഉൾച്ചേർത്തിട്ടുണ്ട്. സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്ത് ഈ കർത്തൃപ്രാർത്ഥനയെക്കുറിച്ച് തന്നെ വ്യാഖ്യാനിക്കുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. 2759 മുതലുള്ള കുറേ ഖണ്ഡികൾ, 2759 മുതൽ 2856 വരെ ഉള്ള വിശദമായ ഒരു പ്രതിപാദന ഭാഗം ഈ പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയാണ്. അവിടെ ആരംഭത്തിൽ തന്നെ നമ്മളിങ്ങനെ വായിക്കുക, 2761 ഇങ്ങനെ വായിക്കുകയാണ്: കർത്തൃപ്രാർത്ഥന യഥാർത്ഥത്തിൽ സുവിശേഷം മുഴുവൻ്റെയും സംഗ്രഹമാണ്. സുവിശേഷം മുഴുവൻ്റെയും സംഗ്രഹമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്.
അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ അത് തെർത്തുല്യൻ്റെ വാക്കുകളാണ്. സഭാപിതാവ് തെർത്തുല്യൻ. സുവിശേഷം മുഴുവൻ്റെയും സംഗ്രഹമാണെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞ കാര്യം മറക്കരുത്. സുവിശേഷം മുഴുവൻ്റെയും അടിസ്ഥാന വിഷയം ദൈവരാജ്യമാണ്, ദൈവരാജ്യ പ്രഘോഷണമാണ്. അവിടെയാണ് ആരംഭിക്കുന്നത്. നമ്മളിപ്പോൾ കുറന്ന് കണ്ടുവരികയാണ്. അവസാനം ഈ ഒരു ചിന്ത പൂർത്തിയാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും, ദൈവമേ ഇത്രമാത്രം ഈ ഒരു വിഷയം ഈശോ പഠിപ്പിച്ചിട്ട് അത് ഞങ്ങൾ ശ്രദ്ധിക്കാതെ പോയല്ലോ എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ വരും. അതുകൊണ്ടാണ് പല സമയമെടുത്ത് തന്നെ കണ്ടുപോകുന്നത്. ഇവിടെ പറയുന്നത് സുവിശേഷം മുഴുവൻ്റെയും സംഗ്രഹമാണ്. തെർത്തുല്യനെ ഉദ്ധരിച്ചുകൊണ്ട് സഭയോട് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന ഒരു കമൻറ്റും ഇവിടെ 2762 ഖണ്ഡികയിൽ ഈ CCC കാറ്റക്കിസം കാത്തലിക് ചർച്ച നൽകുന്നുണ്ട്. അതിങ്ങനെയാണ്: വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള വിശുദ്ധ പ്രാർത്ഥനകളുടെ സകല വാക്കുകളിലൂടെയും കടന്നു പോവുക, കർത്തൃപ്രാർത്ഥനയിൽ അടങ്ങിയിട്ടില്ലാത്തതോ ഉൾക്കൊള്ളാത്തതോ ആയി എന്തെങ്കിലും അവയിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കർത്തൃപ്രാർത്ഥനയിൽ എല്ലാം ഉൾച്ചേർന്നിട്ടുണ്ട്. ബൈബിൾ മുഴുവനിലേക്ക് നോക്കിക്കോ, ബൈബിളിലുള്ള ഏത് പ്രാർത്ഥനയ്ക്ക് നോക്കിയാലും അതൊരു കാര്യങ്ങൾ മുഴുവൻ ഇതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് അഗസ്തീനോസ് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രാർത്ഥനയെ പറ്റി അല്പം ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ കർത്തൃപ്രാർത്ഥന മുഴുവനും സുവിശേഷം മുഴുവൻ്റെ സംഗ്രഹമാണെന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന. ദൈവരാജ്യത്തിൻ്റെ പ്രാർത്ഥനയാണ്. അത് എങ്ങനെ ദൈവരാജ്യത്തിൻ്റെ പ്രാർത്ഥന ആകുന്നത് എന്ന് നമ്മൾ അല്പം അകത്തേക്ക് കയറി നോക്കിയാൽ മതി. ഈ കർത്തൃപ്രാർത്ഥനയെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ആരംഭത്തിൽ തന്നെ സഭ ഇങ്ങനെ ഒരു 2760 ഖണ്ഡികയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വളരെ പ്രാചീന കാലം മുതലൊക്കെ ആരാധനാക്രമത്തിലെ കർത്തൃപ്രാർത്ഥന ഒരു സ്തുതിപ്പോടുകൂടിയാണ് അവസാനിപ്പിച്ചിരുന്നത്. ദിദാക്കെ എന്ന് പറയുന്ന സഭപിതാക്കന്മാരുടെ കാലഘട്ടത്തിലെ ആദ്യ കാലഘട്ടത്തിലെ ഒരു ഗ്രന്ഥമാണ് ഡിഡാക്കെ. അതിൽ കാണുന്ന രൂപം ഇങ്ങനെയാണ്: എന്തുകൊണ്ടെന്നാൽ ശക്തിയും മഹത്വവും എന്നേക്കും നിൻ്റേതാകുന്നു എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഈ കർത്തൃപ്രാർത്ഥന നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്ന പ്രാർത്ഥന സഭാപിതാക്കന്മാർ ആദ്യ നൂറ്റാണ്ട് ഉപയോഗിച്ചപ്പം അവർ അതിൻ്റെ അവസാനത്തിൽ ഒരു ഡോക്സോളജി, അന്തിമ സ്തുതി കൂട്ടിച്ചേർത്തു. നമ്മളിന്ന് കുർബാനക്രമത്തിലൊക്കെ ചൊല്ലുമ്പം എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു. ഇത് നമ്മൾ ഇടക്കാലത്തൊന്നും ആരംഭിച്ചതല്ല. ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ, വെച്ചാൽ 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുള്ള ചില പിതാക്കന്മാരുടെ കൃതികളിൽ തന്നെ കാണപ്പെടുന്ന ഒരു കൂട്ടിച്ചേർക്കലാണിത്. അതിന് ഒരു പ്രസക്തിയുണ്ട്, അതേപറ്റിയിട്ട് പറയുകയാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ട് ആ കാലഘട്ടത്തിൽ തന്നെ അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഒരു സഭാപിതാക്കന്മാരുടെ പുസ്തകമാണ്. അതിനകത്ത് രാജ്യം എന്ന വാക്കിനെ കൂട്ടിച്ചേർത്തു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങടേതാകും. എന്നിട്ട് ഇത് നമ്മൾ കുർബാനക്രമങ്ങളിൽ എക്യുമെനിക്കൽ പ്രാർത്ഥനയിലും ബൈസൻ്റെയിൻ പാരമ്പര്യത്തിലെ മഹത്വം കൂടി ചേർക്കുന്നു, റോമൻ കുർബാനക്രമത്തിൽ ഇത് ചേർക്കുന്നു, അങ്ങനെ എല്ലാം ചേർത്ത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രാർത്ഥനയുടെ വിശകലനങ്ങളിലേക്ക് ഈ മതഗ്രന്ഥം പ്രവേശിക്കുന്നത്. എന്നിട്ട് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ 2855 ഖണ്ഡികയിൽ അവസാനത്തെ സ്തുതി, ഈ ഡോക്സോളജി, ഫൈനൽ ഡോക്സോളജിയെക്കുറിച്ച് തന്നെയുള്ള വിശദീകരണം കൊടുക്കുകയാണ്. അവിടെ ഇങ്ങനെ പറയുകയാണ്: എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു എന്ന അന്തിമ സ്തുതി, ഫൈനൽ ഡോക്സോളജി, നമ്മുടെ പിതാവിനോടുള്ള ആദ്യത്തെ 3 യാചനകൾ ആവർത്തിക്കുന്നു. ഏതാണ് ഈ 3 യാചനകൾ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചിട്ട് 3 കാര്യം അപേക്ഷിക്കുകയാണ്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. അതാണ് 3 യാചനകൾ. അതാണ് 1-ാം ഭാഗം. അപ്പോൾ ഈ ആദ്യത്തെ 3 യാചനകളെ ആവർത്തിക്കുന്നതാണ് ഈ ഫൈനൽ ഡോക്സോളജി, അന്തിമ സ്തുതിവാക്യം എന്നിവിടെ സഭ പഠിപ്പിക്കുകയാണ്. എന്താണ് ആ 3 യാചനകൾ? അവിടുത്തെ നാമം മഹത്വപ്പെടണം, അങ്ങയുടെ രാജ്യത്തിൻ്റെ ആഗമനം, രക്ഷാകരഹിതത്തിൻ്റെ ശക്തി. അപ്പോൾ രാജ്യം, ശക്തി, മഹത്വം, ക്രമം മാറിയാൽ പറയുന്നേ ഉള്ളൂ. മഹത്വമാണ് അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകണമേ, അങ്ങയുടെ രാജ്യം വേണം 2-ാമത്തെ അപേക്ഷ, ശക്തി അങ്ങയുടെ തിരുമനസ് ഭൂമിയിൽ നിറവേറണം, അങ്ങയുടെ മനസ്സ് നിറവേറണം, അതിനുള്ള ശക്തി അവിടെ പ്രകടമാകണം. മനസ്സിൻ്റെ മേലുള്ള ശക്തി, മറ്റ് തിന്മയുടെ പുറകെ പോകാതെ ഇച്ഛാശക്തിയോടുകൂടെ ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മനസ്സ് നിറവേറ്റുന്നവരായിട്ട് മാറണം. അപ്പോൾ ശക്തി പ്രകടമാകണം. ഈ 3 യാചനകൾ ആവർത്തിക്കുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്:
സ്വർഗീയ ആരാധനയിലെ പോലെ ഈ പ്രാർത്ഥനകൾ ഇപ്പോൾ ആരാധനയും നന്ദി പ്രകടനമായി പ്രഖ്യാപിക്കപ്പെടുന്നു. സ്വർഗീയ ആരാധനയിൽ, സ്വർഗത്തിൻ്റെ ആരാധനയിൽ ഈ കാര്യങ്ങൾ എവിടെയാണ് വരുന്നത്? ഇത് വെളിപാട് പുസ്തകത്തിൽ നമുക്ക് ആവർത്തിച്ച് കാണാനായിട്ട് സാധിക്കുന്ന ഒരു സ്തുതിപ്പ് കാര്യമാണിത്. ഇവിടെ നമ്മൾ വെളിപാട് പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 5-ന്റെ പകുതി 6. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്തെ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരുമാക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. മഹത്വം പ്രതാപം എന്ന് പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും 4-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിൽ നമ്മളിങ്ങനെ നടക്കുന്നതായിട്ട് വായിക്കുന്നുണ്ട്. ഈ 24 ശ്രേഷ്ഠന്മാരും മാലാഖമാരെല്ലാം ദൈവത്തെ ആരാധിക്കുക. ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. അങ്ങ് സർവ്വവും സൃഷ്ടിച്ചു, അങ്ങയുടെ ഗതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങ് ഇവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ് എന്ന് പറഞ്ഞ് മാലാഖമാർ സ്തുതിക്കുന്നതായിട്ട് കാണുകയാണ്. നമ്മൾ അല്പം ഒരു വചന അടിത്തറ എടുക്കുകയാണ്. അത് ആ രീതി നിങ്ങളതിനെ സമീപിക്കണം. വീണ്ടും 5-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുകയാണ്. എല്ലാ സൃഷ്ടികളും, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാനും കേട്ടു. സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും എന്ന് പറഞ്ഞ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. വീണ്ടും 7-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ തിരുവചനത്തിൽ കുറച്ചുകൂടെ വിശദമായിട്ട് നമ്മൾ കാണുകയാണ്. 10-ന്റെ അവസാനം അവ സിംഹാസനത്തിന് ചുറ്റും മുമ്പിൽ കമിഴ്ന്ന് വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ, നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇങ്ങനെ പറഞ്ഞ് സ്തുതിക്കുകയാണ്. ഇതാണ് ഈ സ്വർഗത്തിലെ ആരാധനയിൽ ഉപയോഗിക്കപ്പെടുന്ന ചില വചസ്സുകൾ. അത് സൂചിപ്പിച്ചിട്ടാണ് ഇവിടെ മതമതഗ്രന്ഥം പറയുകയാണ്, സ്വർഗീയ ആരാധനയിൽ എന്ന പോലെ ഈ പ്രാർത്ഥനകൾ ഇപ്പോൾ ആരാധന നന്ദി പ്രകടനവുമായി നമ്മൾ ഭൂമിയിൽ ഈ പ്രാർത്ഥന ചൊല്ലുന്നതിൻ്റെ കൂട്ടത്തിൽ അന്തിമ സ്തുതി, ഫൈനൽ ഡോക്സോളജി ആയിട്ട് ചേർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് സഭയുടെ ആദ്യ നാളുകൾ മുതലേയുള്ള ഒരു പാരമ്പര്യമാണ്. ഇനി പറയുന്ന കാര്യമാണ് നമ്മളുടെ ഈ വിചിന്തനവുമായിട്ട് നേരെ ചേർന്ന് വരുന്ന കാര്യം. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നേരെ ദൈവരാജ്യത്തിൻ്റെ പ്രാർത്ഥനയാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നരകരാജ്യത്തിന് എതിരെയുള്ള പ്രാർത്ഥനയാണ്. നരകരാജ്യത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ചിലപ്പോൾ നിങ്ങൾ ചിലർ ഓർക്കും, അച്ഛനിങ്ങനെ ഈ പൈശാചിക മേഖലയെക്കുറിച്ച് ഇങ്ങനെ കുറേ അനുഭവങ്ങളും പിന്നെ പഠിത്തവും എല്ലാം കഴിഞ്ഞ് അത് തന്നെ പഠിപ്പിച്ച് നിൽക്കുന്നത് കൊണ്ട് വരുന്നത് കൊണ്ട് അച്ഛനിപ്പോൾ ഈ സ്വർഗസ്ഥനായ പിതാവേയും കൂടെ സാത്താനെതിരെയുള്ള പ്രാർത്ഥനയാക്കി കാണിക്കാൻ നോക്കുന്നതാണോ? ചിലപ്പോൾ നിങ്ങൾ ചിന്ത വരെ വരാം. അങ്ങനെയല്ല. ഇത് സഭയുടെ മതബോധനഗ്രന്ഥമാണ് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത്. അടുത്ത കാര്യം പറഞ്ഞു കണ്ടോ, ഈ ലോകത്തിൻ്റെ അധികാരി വ്യാജമായ രീതിയിൽ രാജ്യത്വം, ശക്തി, മഹത്വം എന്നീ 3 പദവികൾ സ്വയം ഏറ്റെടുത്തിരുന്നു. ഈ ലോകത്തിൻ്റെ അധികാരി വ്യാജമായ രീതിയിൽ ഈ 3 പദവികൾ, രാജ്യത്വം, ശക്തി, മഹത്വം, വ്യാജമായിട്ട് ഏറ്റെടുത്തിരുന്നു. അതാണ് ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ 5-6 വാക്യങ്ങളിൽ മരുഭൂമിയിലെ പരീക്ഷാ അവസരത്തിൽ സാത്താൻ ഈശോയോട് പറയുകയാണ്, നീ എന്നെ കുമ്പിട്ട് ആരാധിക്കാമെങ്കിൽ നിനക്കിതെല്ലാം തരാം. ഏത്? ഈ പ്രപഞ്ചത്തിൻ്റെ രാജ്യങ്ങളും മഹത്വവും എല്ലാം കാണിക്കുകയാണ്. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഉണ്ടോ? അധികാരവും ആധിപത്യവും എല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നീ എന്നെ ആരാധിക്കാൻ കൂടെ ചെയ്തേ. അപ്പോൾ അവനത് വ്യാജമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് ഇവന് എവിടെ നിന്ന് കിട്ടി? ആര് കൊടുത്തു? ഇതിൻ്റെ എല്ലാം മേലെ അധികാരം എന്നൊരു ചോദ്യം എവിടെയുണ്ട്? 12 വർഷത്തെ ആത്മീയ ജീവിതയാത്ര വിജയകരമായി മുന്നേറുമ്പോൾ ഗുഡ്നസ് TV പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പുതിയ ഉദ്യമം സാഭിമാനം സമർപ്പിക്കുന്നു. ഗുഡ്നസ് TV ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് TVയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God.
എവിടുന്ന് കിട്ടി? സാത്താൻ നുണ പറയുന്നതാണോ? ഇതേക്കുറിച്ച് ബൈബിൾ പിതാക്കന്മാർ വ്യാഖ്യാനിക്കും, പറയും ഏത് മരുഭൂമിയിലെ പരീക്ഷ സാത്താൻ ഇങ്ങനെ അവകാശപ്പെടും, ഈ പ്രപഞ്ചം മുഴുവൻ കാണിച്ചിട്ട് ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇതെപ്പോൾ കിട്ടി? അത് വ്യാജമായ രീതിയിൽ അവൻ എടുത്തതാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എവിടെയാണ് ഈ വ്യാജമായിട്ട് എടുത്തത്? എങ്ങനെയാണ് എടുത്തത്? നുണ പറഞ്ഞ്, വ്യാജം പറഞ്ഞ് ആദ്യ മാതാപിതാക്കളെ സാത്താൻ വഞ്ചിച്ച് അവൻ്റെ വാക്ക് അനുസരിപ്പിച്ചു. ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വാക്ക് തെറ്റിച്ച് അനുസരണക്കേട് കാണിച്ച് തന്നെ അനുസരിപ്പിച്ചു. തന്നെ അനുസരിച്ചപ്പോൾ തൻ്റെ അടിമയായി. ആരെ അനുസരിക്കുന്നോ ആ വ്യക്തിയുടെ കീഴിലാണ്. രാജാവെന്ന് പറഞ്ഞ ആരാ? തിരുവായ്ക്ക് എതിർവായില്ല. ഒരു ഭരിക്കുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്ന വ്യക്തികൾ എവിടെയെല്ലാം ഉണ്ടോ അതാണ് പ്രജകൾ, അതാണ് രാജ്യം. താനും പറയുന്ന കാര്യം ഒരു പ്രദേശത്തുള്ളവർ അനുസരിക്കുകയില്ലെന്ന് പറഞ്ഞാൽ ആ പ്രദേശം തനിക്കെതിരെ വിപ്ലവമാണ്. അപ്പോൾ സൈന്യത്തെ വെച്ച് അവരെ കീഴ്പ്പെടുത്തും. ഞാൻ പറയുന്നത് അനുസരിക്കുന്നോ ഇല്ലയോ? അവർ അനുസരിക്കുകയെന്ന് പറഞ്ഞ് തിരിച്ച് അടിച്ചാൽ അങ്ങനെ അവർ ചിലപ്പോൾ ഭിന്നിച്ച് മാറിയെന്ന് വരും. അപ്പോൾ വേറൊരു രാജ്യമാകും, അവിടെ വേറൊരു രാജാവ് ഉണ്ടാകും, ഭരണാധികാരി ഉണ്ടാകും. അത് രാജ്യത്തിനെ സമ്മതിക്കില്ല. അപ്പം അത് കീഴ്പ്പെടുത്തുകയാണ്. അപ്പോൾ രാജാവ് എന്ന് പറയുന്നത് താൻ പറയുന്ന കാര്യം അനുസരിക്കുന്ന ഇടം. അപ്പോൾ ദൈവരാജ്യം നരകരാജ്യം എന്ന് പറയുമ്പോൾ അത് ഇടങ്ങളല്ല, സ്ഥലങ്ങളല്ല, ഉള്ളങ്ങളാണ്. അപ്പോൾ മനുഷ്യ ഹൃദയങ്ങളിൽ സാത്താൻ ഭരണം നേടി ഹൗവയെ പാപത്തിൽ വീഴ്ചപ്പം, താൻ പറയുന്നത് അനുസരിപ്പിച്ചപ്പം, ദൈവം പറയുന്നത് അനുസരിക്കാതെ താനും പറയുന്നത് അനുസരിച്ചു. അപ്പോൾ തന്നെ അനുസരിച്ചു, താൻ ഭരിക്കുകയാണ്, സാത്താൻ ഭരിക്കുന്നു. ഇപ്പോൾ നരകരാജ്യമായി. അങ്ങനെ മനുഷ്യനെ തൻ്റെ കയ്യിലേക്ക് വരുത്തി കഴിഞ്ഞപ്പം മനുഷ്യൻ്റെ ചുമതലയിൽ അധികാരത്തിന് കീഴ് ദൈവം ഏൽപ്പിച്ചിരുന്നതാണ് ഈ പ്രപഞ്ചത്തെ. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ നമ്മൾ അതേപ്പറ്റി വായിക്കുന്നുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സദൃശത്തിലും മനുഷ്യ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വ ജീവികളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും വരുത്തി കാണുന്നുണ്ട് 28-ാം വാക്യത്തിലും ഈ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകത്തിലും 17-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിലും വായിക്കുന്നുണ്ട്, ദൈവം മനുഷ്യ സൃഷ്ടിച്ച എല്ലാത്തിനും ആധിപത്യം കൊടുത്തു എന്ന് പറഞ്ഞു വരുന്നത്. ദൈവം മനുഷ്യനെ എല്ലാത്തിൻ്റെ അധിപതിയായിട്ട് സൃഷ്ടിച്ചു. പർദീസ സംരക്ഷിക്കാനും കൃഷി ചെയ്യാനും നിന്നെ ഏൽപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കുന്നു നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 2:15 ഉൽപ്പത്തിയിൽ. പക്ഷേ മനുഷ്യനെ സാത്താൻ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പം മനുഷ്യൻ്റെ കീഴിലുള്ള കാര്യം സാത്താൻ്റെ കയ്യിലായി. ഒരു രാജാവ് ശത്രു രാജാവിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ആ രാജാവിനെ ബന്ധിച്ച് കെട്ടിയെടുത്ത് വലിച്ചടിച്ചുകൊണ്ട് പോരുന്നു. അങ്ങനെ പോരുമ്പം ആ രാജാവിനെ മാത്രമേ കിട്ടിയുള്ളൂ. രാജാവിനെ ബന്ധിച്ച് കൊണ്ടുപോരുമ്പം രാജാവിനെ മാത്രമല്ല, രാജാവിൻ്റെ കസ്റ്റഡിയുള്ള രാജ്യം മുഴുവനും ഈ ജയിക്കുന്ന രാജാവിൻ്റെ കയ്യിലാകും എന്ന് പറഞ്ഞതുപോലെ മനുഷ്യനെ സാത്താൻ തൻ്റെ അടിമയാക്കി, തൻ്റെ ഭരണത്തിൻ്റെ കീഴിലാക്കി, നരകരാജ്യത്തിലാക്കി കഴിഞ്ഞപ്പം ഈ മനുഷ്യനെ ദൈവം ഏൽപ്പിച്ചിരുന്ന ഈ പ്രപഞ്ചവും അവൻ്റെ കയ്യിൽ വന്നു. അതാണ് ഈ ലോകത്തിൻ്റെ അധികാരിയെന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ഈ ലോകത്തിൻ്റെ പ്രമാണി വരുന്നു. ഈ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ് എന്ന് പറയുന്ന പരാമർശനവും നമ്മൾ 1 യോഹന്നാൻ 5 നമ്മൾ ശ്രദ്ധിച്ചതാണല്ലോ. അതെങ്ങനെ വന്നു? ഇങ്ങനെ വന്നതാണ് മനുഷ്യൻ്റെ പ്രവർത്തനപരമായിട്ട്. റോമാലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ 19 വാക്യങ്ങളിലും കാണാം, സൃഷ്ടപ്രപഞ്ചം വ്യർത്ഥതയ്ക്ക് അടിപ്പെട്ടിരിക്കുന്നു, അത് ഈറ്റുന്നവ് അനുഭവിച്ച് വിലപിക്കുകയാണ്. സ്വന്തം ഇഷ്ടത്താലല്ല അങ്ങനെ സംഭവിച്ചു പോയത്, പ്രത്യാശ കൊടുത്ത് തന്നെ അധീനമാക്കിയവൻ്റെ അഭീഷ്ടപ്രകാരം ഈ സൃഷ്ടപ്രപഞ്ചം ജീർണതയ്ക്ക് അടിപ്പെട്ടിരിക്കുന്നു. അത് വിലപിക്കുകയാണ്. ദൈവമക്കൾ വെളിപ്പെടാൻ വേണ്ടി കാത്തിരിക്കുകയെന്ന് വായിക്കുകയാണ്. റോമ 8:19 വായിക്കാൻ കാണാൻ പറ്റും. അപ്പം ആ പ്രപഞ്ചം ഇങ്ങനെ ആയത് സ്വന്തം ഇഷ്ടം കൊണ്ടല്ല, പ്രത്യാശ കൊടുത്ത് അധീനമാക്കിയവൻ്റെ അഭീഷ്ടപ്രകാരം. പ്രത്യാശ കൊടുത്ത് പ്രപഞ്ചത്തെ സ്വന്തമാക്കിയെടുത്ത ആരാ? മനുഷ്യൻ. അവൻ തൻ്റെ ഇഷ്ടം പിശാചിന് അടിയറ വെച്ചപ്പം ഈ പ്രപഞ്ചം പിശാചിന് അടിമയായിട്ട് പോയി. അതാണ് ആധിപത്യം പിശാചിൻ്റെ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മതബോധന ഗ്രന്ഥത്തിൽ ഈ ഫൈനൽ ഡോക്സോളജിയിൽ ഈ ലോകത്തിൻ്റെ അധികാരി വ്യാജമായ രീതിയിൽ രാജ്യത്വം, ശക്തി, മഹത്വം എന്നീ 3 പദവികൾ സ്വയം ഏറ്റെടുത്തിരുന്നു എന്ന് പറയുകയാണ്. വ്യാഖ്യാനിക്കേണ്ട 2855 ഖണ്ഡികയിലും. കർത്താവായ ക്രിസ്തു ഇവയെ അവിടുത്തെ പിതാവ് നമ്മുടെ പിതാവുമായവന് തിരിച്ചേൽപ്പിക്കുന്നു. രാജ്യം അവിടത്തേക്ക് പരമേൽപ്പിക്കുകയും രക്ഷയുടെ രഹസ്യം അന്തിമമായി പൂർത്തിയാക്കപ്പെടുകയും
ദൈവം എല്ലാറ്റിനും എല്ലാമായി തീരുകയും ചെയ്യുന്നത് വരെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. 1 കൊരിന്ത്യർ 15:24 നല്ല വാക്കുകൾ ഉദ്ധരിച്ചാണ് സൗഹൃദം. അപ്പം വ്യാജമായ രീതി ഈ ലോകത്തിൻ്റെ പ്രമാണി ഈ രാജ്യത്വം, മഹത്വം, ശക്തി ഇവ പിടിച്ചു പറിച്ചെടുത്തു മനുഷ്യനെ പറ്റിച്ചിട്ട്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാണ് എന്ന് പറഞ്ഞൊരു പാടുകയാണ്. അപ്പോൾ ഈ ഒരു ബോധ്യം വെച്ചുകൊണ്ടാണ് ആദ്യം മുതലേ ഉള്ള പിതാക്കന്മാർ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. നമ്മൾ കുർബാനക്രമത്തിൽ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ 3 പ്രാവശ്യം സീറോ മലബാറിൽ രാസക്രമത്തിൽ ചൊല്ലുന്നുണ്ട്. ആരംഭത്തിൽ, പിന്നെ കുർബാന സ്വീകരണത്തിന് മുൻപ്, പിന്നെ അവസാന ആശീർവാദത്തിന് മുമ്പും ഓപ്ഷണലായിട്ട് രാസക്രമത്തിലുണ്ട്. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം ചൊല്ലുന്നത് മറ്റ് പല രീതികളിലെല്ലാം ഉള്ളതാണ്, ലത്തീൻക്രമത്തിലെല്ലാം ഉണ്ട്. കുർബാന സ്വീകരണത്തിന് മുമ്പ് സ്വർഗസ്വനായ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ എംബോളിസം എന്ന് ലിറ്റർജിക്കൽ തിയോളജി പറയുന്ന ഒരു പ്രാർത്ഥന കാർമ്മികം തുറന്ന് ചെല്ലുന്നുണ്ട്. കർത്താവേ, ശക്തനായ ദൈവമേ, കാരുണ്യവാനായ പിതാവേ, ഞങ്ങളെ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ കാരുണ്യം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ഇവിടെ അനുവദിക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ഈ പ്രാർത്ഥന നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. ഇത് എംബോളിസം എന്നാണ് പറയുന്നത്. എംബോളിസം, എംബല്ലിഷ് ചെയ്യുക, വിപുലപ്പെടുത്തുക. ഏത്? സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള കർത്തൃ പ്രാർത്ഥന അവസാനത്തിൽ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയെ എംബല്ലിഷ് ചെയ്തുകൊണ്ട്, വിപുലപ്പെടുത്തിക്കൊണ്ട് സഭാപിതാക്കന്മാർ ആദിമ നൂറ്റാണ്ട് മുതലേ കുർബാനക്രമത്തിൽ ചൊല്ലിയിരുന്ന ഒരു ബഹിഷ്കരണ പ്രാർത്ഥനയാണ് ഈ എംബോളിസം പ്രാർത്ഥന. അവിടെ ദുഷ്ടാരൂപി എന്ന് പറയുന്ന സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുക എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. അപ്പോൾ ഈ ഒരു അവസാന സ്തുതി, ഫൈനൽ ഡോക്സോളജി, നേരെ സാത്താനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ പ്രഖ്യാപനമാണ് നമ്മൾ തിരിച്ചറിയുകയാണ്. ഇത് സഭയുടെ മതബോധന ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് അച്ഛനെ പഠിപ്പിക്കുന്നത്. മതബോധന ഗ്രന്ഥം അത് വെളിപാട് പുസ്തകത്തിലെ കാര്യം പറഞ്ഞിട്ട് ആദിമ നൂറ്റാണ്ട് ഡിഡാക്കെ, അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ മുതലായ അപ്പോൾ പിതാക്കന്മാരുടെ പുസ്തകങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യം പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിലെ ആദ്യ ഭാഗത്തെ 3 യാചനകൾ രാജ്യം, ശക്തി, മഹത്വം ഇവയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുതന്നെ പറഞ്ഞാണ് അവസാനത്തെ സ്തുതി അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം ഈ 3 കാര്യങ്ങളും ദൈവത്തിന് അർഹപ്പെട്ടതാണ്, അവകാശപ്പെട്ടതായിരുന്നു. പക്ഷെ സാത്താൻ അത് മനുഷ്യരുടെ ജീവിതങ്ങളിൽ നിന്ന് വ്യാജമായ രീതിയിൽ പിടിച്ചെടുത്തു. അത് തിരിച്ച് ദൈവത്തിലേക്ക് എത്തണം. അത് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോയി ദൈവത്തിന് തിരിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ ദൈവത്തിന് എന്തോ പോരായ്മ വന്നു ചെന്ന വരാം, അത് വരണ്ട. ദൈവത്തിന് ഒരു പോരായ്മയും വരികയില്ല. ദൈവത്തിന് ഒന്നിൻ്റെയും കുറവില്ല, ഒന്നും കുറയാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ സ്തുതികളോ സാത്താൻ്റെ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. സാത്താൻ്റെ ഒരു ഉപദ്രവവും ദൈവത്തെ കുറയ്ക്കുന്നില്ല. മനുഷ്യൻ്റെ ഒരു സ്തുതിയും സ്നേഹവും ദൈവത്തെ കൂട്ടുന്നുമില്ല. ദൈവം പൂർണ്ണതയാണ്, നിറവാണ്, നമുക്കറിയാം. മനുഷ്യ ഹൃദയങ്ങളിലാണ് ഈ പോരായ്മ വരുന്നത്. അതേപ്പറ്റി അല്പം കൂടെ വിശദീകരണം ആവശ്യമാണ്. നമുക്ക് അടുത്ത സെഷനിൽ അതേപ്പറ്റി ചിന്തിക്കാം. പക്ഷേ ഇപ്പം ഈ ഒരു ആശയം മനസ്സിൽ വെക്കുക. ഈ സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന പൂർണ്ണമായും ദൈവരാജ്യത്തിൻ്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന പൂർണ്ണമായും നരകരാജ്യത്തിനെതിരെയുള്ള പ്രാർത്ഥനയാണ്. ഇതാണ് അതിൻ്റെ ആഴപ്പെട്ട അർത്ഥം. നമ്മൾ ഇവിടെ കണ്ടു, തെർത്തുല്യം പറയുന്നു, സുവിശേഷം മുഴുവൻ്റെ സംഗ്രഹമാണ് ഈ പ്രാർത്ഥന. അതിൻ്റെ കാര്യം ഇപ്പം നമുക്ക് മനസ്സിലാകും. കാരണം സുവിശേഷം മുഴുവൻ്റെയും അടിസ്ഥാന ചിന്ത ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യം വരാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് അല്പം കൂടെ ആഴപ്പെട്ട് അടുത്ത സെഷൻ ചിന്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.